ഈ പ്രാരംഭ ദിവസം, ഈ സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ ദിവസം വളരെ ശാന്തമായിട്ട് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. ഈ ദിവസങ്ങളിൽ ഇവിടെയുള്ള സഭ വിശ്വാസികളെല്ലാം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മലയാളത്തിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ടൊന്നും മനസ്സിലാകാത്ത രീതിയിലാണല്ലോ ഇരിക്കുന്നേ. ആട്ടെ, പരിഭാഷയ്ക്ക് വേണോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് അല്പസമയങ്ങൾ ചിന്തിക്കാം. കർത്താവിൻ്റെ ദാസന്മാർ സമയത്തെ പറ്റി അറിയിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ അവസാനിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പരിചിതമായ ചില വേദശകലമാണ് ഈ രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 27 വരെയുള്ള തിരുവെടുത്തുകളാണ് ഇവിടെ പൊതുവിൽ വായിച്ച് കേട്ടിരിക്കുന്നത്. ഞാൻ വാക്യങ്ങൾ പറയുമ്പോൾ അത് മലയാളത്തിൽ ആദ്യം വായിക്കണം, പിന്നീട് തമിഴിൽ നിങ്ങൾ മുമ്പേ വായിച്ച് സഹായിച്ചതുപോലെ. മലയാളത്തിൽ വായിക്കുന്ന സഹോദരി മുൻപോട്ടിരിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നിങ്ങൾ അടുത്തടുത്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾ തമ്മിൽ ഉടക്കൊന്നും ഇല്ലല്ലോ, അപ്പം മുന്നോട്ട് വരുന്നതായിരിക്കും നല്ലത്. ദൈവത്തിന് മഹത്വം. എൻ്റെ മുന്നിലെ കസാരയുണ്ട്, അവിടോട്ട് പതുക്കെ പോകുന്നുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ കുഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ശബ്ദം ഉണ്ടാക്കും, എന്നാലും ശുശ്രൂഷയ്ക്ക് ബുദ്ധിമുട്ടായ രീതിയിൽ അത് വരരുത്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 27 വരെയുള്ള തിരുവെടുത്തുകളാണ്. അനന്തരം മോശ ഇസ്രയേലിനെ ചെങ്കൽ നിന്ന് പ്രയാണം ചെയ്യിച്ചവർ ഷൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനവരെ പരീക്ഷിച്ചു. അവിടെ വെച്ച് അവനവർക്ക് ഒരു ചട്ടവും പ്രമാണവും ഒക്കെ കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ യാതൊരു വ്യാധികളും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. 27-ാം വാക്യത്തിൽ പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവിടെ അവർ വെള്ളത്തിനരികെ പാളയമറങ്ങി. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. വാനിലും പൂവിലും മേലായ നാമം വന്നിത വല്ലഭനാമമത്. വാനിലും പൂവിലും മേലായ നാമം വന്നിത വല്ലഭനാമമത്. ദൂതൻ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതൻ വാഴ്ത്തി പുകഴ്ത്തിടും. നിങ്ങൾ തമിഴ് പാടിക്കും. തിരുനാമത്തിന് എന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് എന്നും സ്തുതി. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നോരു നാമമത്. പാപത്തിലെ വീഴും பாவியை மீட்க பாரினில் வந்தமை நாமமது. പരലോകത്തിൽ ചേർക്കും നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. യേശുവിന്റെ തിരുനാമത്തിന്
ഭക്തന്മാർ വാഴ്ത്തി പുകഴ്ത്തിടും ഉന്നതമേ ദൈവനാമമേ. ഉത്തമ ഭക്തന്മാർ പുകഴ്ത്തിടും ഉന്നതമേ ദൈവനാമമേ. ഉലകെങ്ങും ഘോഷിക്കും നാമമത്. ഉലകെങ്ങും ഘോഷിക്കുന്ന നാമമത്. യേശുവിന്റെ തിരുനാമത്തിന് നോവെന്നും സ്തുതി. യേശു എന്റെ തിരുനാമത്തേക്ക് എപ്പോഴുമേ മിക സ്തോത്രം. ഓ സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താനീ നടത്തിടും നാമമത്. സങ്കടം வருத்தம் சோதனை நேரத்தில் தாங்கி நடத்திடும் நாமமது. ഭയമുറ്റും അകറ്റിടും നാമമത്. ഭയമുറ്റും അകറ്റിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിന് എപ്പോഴെന്നും സ്തുതി. ഓ യേശുവിന്റെ തിരുനാമത്തിന് എന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് എന്നുമെന്നും സ്തുതി. ആമേൻ. യേശുവിന്റെ തിരുനാമത്തിന് എപ്പോഴെന്നും സ്തുതി. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രി ഈ തിരുവഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വളരെ ശാന്തമായിട്ട് നമുക്ക് ധ്യാനിപ്പാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 27 വരെയുള്ള തിരുവഴുത്തുകളാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി. രണ്ടാമത്തെ പുസ്തകം പുറപ്പാട് പുസ്തകം. ആ പേര് കേൾക്കുമ്പോൾ അറിയാം, ദൈവജനത്തിന്റെ പുറപ്പാട്. ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുകയാണ്. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേലിനെ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇവര് മിസ്രയീം വിട്ട് യാത്ര ചെയ്ത് മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് മരുഭൂമിയിലെ പ്രയാണം ആരംഭിച്ചു. അപ്പോൾ ആ പ്രയാണ സന്ദർഭങ്ങളിൽ പ്രാരംഭ സമയങ്ങളിൽ സംഭവിച്ച ചില വിഷയങ്ങളാണ് ഇപ്പോൾ വായിച്ച ഈ ഖണ്ഡികയ്ക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 മുതൽ 27 വരെയുള്ള തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ഇവര് മരുഭൂമിയിലേക്ക് പ്രയാണം ആരംഭിച്ചതിന്റെ ആരംഭ ദിശകളിൽ സംഭവിച്ച ചില വിഷയങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ 22-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിക്കണം. അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. തമിഴിലും വായിച്ചു. பின்பு மோசே இஸ்ரவேல் ஜனங்களை சிவந்த சமுத்திரத்திலிருந்து பிரயாணப்படுத்தி. അപ്പൊ ഈ മലയാളത്തിൽ വായിച്ചിരിക്കുന്നത് അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അനന്തരം എന്ന പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അനന്തരം എന്ന് വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, മുൻപ് നടന്ന സംഭവങ്ങൾക്ക് ശേഷം. അതാണ് അനന്തരം. മുമ്പ് നടന്ന സംഭവങ്ങൾക്ക് ശേഷം. എന്തുവായി മുമ്പ് നടന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. അതാണ് മുമ്പ് നടന്ന സംഭവം. വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം, യോസഫിന്റെ കാലത്ത് ഇവര് മിസ്രയീമിൽ എത്തിച്ചേർന്നു കൂട്ടമായിട്ട്. 70 പേര് മിസ്രയീമിൽ എത്തിയെന്നാണ് ഉൽപ്പത്തി പുസ്തകം 46-ന്റെ 27-ലും പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലും, ഈ 3 വാക്യത്തിൽ 70 പേര് വന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
എടുത്തെങ്കിൽ ക്രമത്തിൽ വായിക്കാം. ഉൽപ്പത്തി 46:27, പുറപ്പാട് 1:5, ആവർത്തനം 10:22. മിസ്രയീമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ മിസ്രയീമിൽ വന്നവരായ യാക്കോബിന്റെ അതേത് കുടുംബം. വാക്യമാ വായിക്കുന്നേ? 27. വായിച്ചോ. 46:27. വായിച്ചോ. യോസേഫിനെ മിസ്രയീമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ മിസ്രയീമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം. മിസ്രയീമിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ. ആകെ 70 പേര്. വായിച്ചോ തമിഴിൽ. யோசேப்புக்கு எகிப்திலே பிறந்த குமாரர் 2 பேர். ஆக எகிப்துக்கு போன யாக்கோபின் குடும்பத்தார் 70 பேர். 70 പേര്. ഇനി പുറപ്പാട് 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. യാക്കോബിന്റെ കുടിപ്രദേശത്ത് കടിപ്രദേശം, കുടിയല്ല കടി, ഒരു ചെറിയ കുനിപ്പുണ്ട്. കടി വേറെ കുടി വേറെ. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേര്. ഇപ്പോൾ സഹോദരി ചിന്തിക്കാൻ, ഞാൻ ഇടയ്ക്ക് വെറുതെ ഇരുന്നതാ, എന്നെ വിളിച്ച് മുന്നി ഇരുത്തിയേച്ചേ ഇങ്ങേരെന്നെ ആയി പറയുന്ന എന്ന് ചിന്തിക്കണ്ട. അത് നന്നായിട്ട് വായിച്ചു. അഥവാ തെറ്റിയാലും എനിക്ക് അറിയാവുന്നതാണേ ഞാൻ തിരുത്താം. എന്നാലും തൻ്റെ ഇടത്തോടും താല്പര്യത്തോടും വായിക്കാൻ മുമ്പോട്ട് വന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും വരണം. അപ്പോൾ സഹോദരി തമിഴ് വായിച്ചേ. யோசேப்பு அதற்கு முன்னமே எகிப்தில் போயிருந்தான். யாக்கோபின் கற்பப்பிறப்பாகிய யாவரும் 70 பேர். തമിഴിൽ എങ്ങനെ? മലയാളത്തിൽ കടിപ്രദേശത്ത് നിന്നാ. തമിഴിൽ എങ്ങനെ? കർപ്പപ്പിറപ്പ്. കൊള്ളാം. കൊച്ചുമായിട്ട് പോവാന്ന്. അതിനെ തല്ലുവൊന്നും ചെയ്യരുതേ. അപ്പൊ ശ്രദ്ധിച്ചേ, യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേര്. ഇനി ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ തിരുവെഴുത്ത്. ആവർത്തനം 10-ാം അധ്യായത്തിന്റെ 22. നിന്റെ പിതാക്കന്മാർ 70 ദേഹികളായി മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ പിതാക്കന്മാർ 70 ദേഹികൾ. അവിടെയും 70 എന്നുള്ള കണക്കാ. വായിച്ചേ തമിഴിൽ. ഉൻ പിതാക്കൾ 70 പേരായി എഗിപ്തുക്ക് പോനാர்கள். 70 പേര്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ തെറ്റിയോ? അപ്പോൾ ഈ 3 വാക്യങ്ങളിലും കൊടുത്തിരിക്കുന്നത് 70 പേര് എന്നുള്ള കണക്കാ. ആട്ടെ, ഇവര് യോസഫിന്റെ കാലത്ത് മിസ്രയീമിൽ എത്തി. നിങ്ങൾക്ക് വചനം അറിയാം. ആ ചരിത്രം ഒന്നും ഇപ്പോൾ പറയുന്നില്ല. ഭാഗമൊക്കെ ഇഷ്ടമുള്ള ഭാഗമാ, അതൊന്നും വിവരിക്കുന്നില്ല. യോസഫിന്റെ കാലത്ത് മിസ്രയീമിൽ എത്തി. ഗോശ്യൻ ദേശം ഇവർക്ക് അവകാശമായിട്ട് കൊടുത്തു. അങ്ങനെ ഈ ജാതി, ഈ വംശം മിസ്രയീമിൽ പാർത്തു. നാളുകൾ കഴിഞ്ഞു. ദൈവം ഈ ജനത്തെ വർദ്ധിപ്പിച്ചു. പിതാക്കന്മാര് കടന്നുപോയി. ഇതിനിടയ്ക്ക് യാക്കോബ് മരിച്ചു. പിന്നത്തേതിൽ യോസേഫും മരിച്ചു. യാക്കോബിന്റെ മരണം നല്ല മരണമാണ്. ഞാൻ എപ്പോഴും പറയും, മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി കാര്യം പറഞ്ഞു. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം മരണം വഴിയായിട്ട് ഇവിടുന്ന് പോകണം. ചിലരുടെ മനോഭാവവും ആ പ്രകൃതിയും സംസാരവും ശൈലിയും ഒക്കെ കേട്ടാൽ പുള്ളിയെ മരണം പിടിക്കുകയെന്നുള്ള രീതിയില്ല. ഏത് സമയത്തും മരണം പിടികൂടും. സ്തോത്രം. ഏത് വിധത്തിലാ വരുന്നൊന്നും അറിയത്തില്ല. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്തു കഷ്ടമേ.
എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്തു കഷ്ടമേ. വാളിനാൽ വെട്ട് കൊണ്ടിട്ടോ വല്ലാത്തതായ വ്യാധികൾ വന്നു കൂടിട്ടോ. പെട്ടെന്നുള്ള മരണം ഹൃദയരോഗങ്ങളാലോ, പെട്ടെന്നുള്ള മരണം ഹൃദയരോഗങ്ങളാലോ. സർപ്പബീജമേറ്റിട്ടു വൈദ്യന്റെ വീട്ടിൽ വെച്ചോ, സർപ്പബീജമേറ്റിട്ടു വൈദ്യന്റെ വീട്ടിൽ വെച്ചോ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്തോ കഷ്ടമേ. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം വന്ന് പിടികൂടാം. ഞാന് ദൈവമക്കളോടും പ്രിയപ്പെട്ടവരോടും പറയാറുണ്ട്, എപ്പോഴും ഒരുങ്ങിയിരുന്നോണം. സ്തോത്രം. വിശേഷിച്ച് ദൈവമക്കൾ ഏത് സമയത്തും ഒരുക്കത്തോടിരിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ യാക്കോബിന്റെ മരണം ഒരു നല്ല മരണമാണ്. മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെയെല്ലാം വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് പറഞ്ഞു. ഓരോരുത്തരോടും തെറ്റിപ്പോകാതെ പറയേണ്ട കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. നമ്മളിൽ ചിലര്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ചിലര് പറയേണ്ടവരോടല്ല ഓരോ കാര്യവും പറയുന്നത്. പറയേണ്ട കാര്യവുമല്ല പറയുന്നത്, പറയേണ്ട സമയത്തുമല്ല പറയുന്നത്. എന്നാൽ യാക്കോബ് അതെല്ലാം കൃത്യത്തിനാ. മൂത്തവനോട് പറയേണ്ട കാര്യം ഇളയവനോട് പറഞ്ഞില്ല, ഇളയവനോട് പറയേണ്ടത് നടുവത്തവനോട് പറഞ്ഞില്ല. അതെല്ലാം കൃത്യത്തിനാ പറഞ്ഞത്. രൂപേനെ വിളിച്ചേച്ച് പറഞ്ഞു, മിടുക്കനൊക്കെയാ പക്ഷെ ഗുണമാകുകയല്ലെന്ന് പറഞ്ഞു. അത് അതുപോലെ ഒത്തുന്നുള്ളതാണ്. ശിമയോനോടും ലേവിയോടും പറഞ്ഞു, നിങ്ങളെ സാഹസക്കാരാ, അതുകൊണ്ട് നിങ്ങളുടെ യോഗത്തിന് ആരും വരികയില്ല, അവരുടെ യോഗത്തിന് നിങ്ങളെ വിളിക്കുകയില്ല. ബെന്യാമിനോട് പറഞ്ഞു, നീ കടിച്ചു കീറുന്ന ചെന്നായ, നിന്റെ പ്രകൃതവാദ. യഹൂദയോട് പറഞ്ഞു, രാജാവ് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, ചെങ്കോല് നിന്റെ കയ്യില. അങ്ങനെ ഓരോ ആശേറിനോട് പറഞ്ഞു, നിന്റെ ആകാരം പുഷ്ടിയുള്ളതാ, നീ രാജകീയ സ്വാദുഭോജനം കൊടുക്കും. യോസേപ്പ് ഫലപ്രദമായ മുന്തിരിവള്ളിയ. ഇങ്ങനെ ഓരോ മക്കളോടും പറയേണ്ടതെല്ലാം പറഞ്ഞു. നല്ല മരണമാണ്. ഇതെല്ലാം പറഞ്ഞ് തീർന്നതിന് ശേഷം കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേർന്നു. 33 വാക്യം ഒന്ന് വായിച്ചേ. 49:33 തമിഴിൽ, മലയാളത്തിൽ ആദ്യം വായിക്കണം, പിന്നെ തമിഴില്. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം, യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ച് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. നല്ല അന്ത്യം. തമിഴിൽ വായിച്ചേ. யாக்கோபு தன் குமாரருக்கு கட்டளையிட்டு முடித்த பின்பு அவன் தன் கால்களை கட்டிலின் மேல் மடக்கி கொண்டு ஜீவித்து போய் தன் ஜனத்தாரோட சேர்க்கப்பட்டான். നല്ല മരണം. കാല് കണ്ടു നിന്നവര് പിടിച്ച് അമുക്ക് നിവർത്തുകല്ലായിരുന്നു. മനസ്സിലായി കാണും. അല്ലെങ്കിൽ കാല് ചേർത്ത് കെട്ടിവെക്കുകയല്ല, എല്ലാം നല്ല ക്രമത്തില്ല. ഇത് ചിലപ്പോ ഇങ്ങനെ ഇരിക്കും, പിന്നെ അതെല്ലാം അമുക്കി ഒതുക്കി അതിനൊന്നും ഇടവരാതിരിക്കുന്നതാ നല്ലത്. പ്രാർത്ഥിക്കണം. എന്തായാലും യാക്കോബിന്റെ മരണം നല്ല മരണമാണ്. യാക്കോബ് മരിച്ചു. യാക്കോബിന്റെ ഭൗതിക ശരീരം ദീർഘദൂരം യാത്ര ചെയ്ത് മക്ബേലായി കൊണ്ടടക്കി. ഇതുപോലെ യോസേപ്പ് മരിച്ചു. യോസേപ്പ് മരിക്കുന്നതും ഒരു നല്ല മരണമാണ്. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കും, ഈ കൺവെൻഷന്റെ ഈ ദിവസം ഇങ്ങേരി ചാകുന്ന കാര്യം തന്നെയാണല്ലോ പറയുന്നേ. എങ്ങനെയും പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ ഓർത്തായി വന്നത്.
അന്നേരം ഇങ്ങേര് ആരാണ്ടെ കൊല്ലാനാ വന്നത്. അതിനല്ല വന്നത്, സമൃദ്ധിയായ ജീവൻ തരാനാ യേശു വന്നത്. എന്നാൽ ഒരു ദിവസം ഞാനും നിങ്ങളും ഈ ലോകം വിട്ടു പോകണം. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും ഒരുങ്ങണം. സ്തോത്രം, ഒരുങ്ങണം. യോസേപ്പിന്റെ മരണം നല്ല മരണമാ. മരിക്കുന്നതിന് മുമ്പ് സഹോദരന്മാരോട് പറഞ്ഞു, പിന്നെ ഞാന് മരിക്കാൻ പോവുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഞാൻ മരിക്കാൻ പോവുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. നിങ്ങൾ കനാനിലേക്ക് പോകും. അങ്ങനെ മിസ്രയീമിൽ നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ ഇവിടുന്ന് കൊണ്ടുപോകണം. നമ്മുടെ പിതാക്കന്മാരെ അടക്കിയ സ്ഥലത്ത് കൊണ്ടടക്കണം. അതൊക്കെ പറഞ്ഞേച്ചാ യോസേപ്പ് മരിക്കുന്നത്. അപ്പോൾ രണ്ട് മരണം, രണ്ട് നല്ല മരണമാണ്. അനന്തരം യോസേപ്പിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് മിസ്രയീമിൽ എഴുന്നേറ്റു. അവൻ ജനത്തോട് കാഠിന്യമായിട്ട് ഇടപെടുന്നതായിട്ട് പുസ്തകത്തിൽ വായിക്കുന്നു. ഇഷ്ടികയുടെ എണ്ണം കൂട്ടി വൈക്കോല് കൊടുക്കാനായി ഊഴിയ വിചാരകന്മാരെ ഇവരുടെ മേലാക്കി. അങ്ങനെ മിസ്രയീമിനെ കൊണ്ട് ഇസ്രായേൽ മക്കളെ ദണ്ഡിപ്പിച്ചു. ഇവരുടെ ജീവനെ കയ്പാക്കി. കയ്പും ദുഃഖവും പ്രയാസമെല്ലാം കഠിനമായപ്പോൾ ഇവർ ദൈവത്തോട് നിലവിളിച്ചു. അങ്ങനെ ദൈവം ഇവരുടെ കഷ്ടത കണ്ടു, നിലവിളി കേട്ടു. ഇവരെ വിടിവിപ്പാനും ഉദ്ധരിപ്പാനും ദൈവം പദ്ധതി കേട്ടു. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ വിളിച്ച് വേർതിരിച്ചു. മുൾപ്പടർപ്പിൽ പ്രത്യേക ദർശനത്തോടു കൂടി മോശയെ ദൈവം ഈ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുത്തു. മോശയോട് ദൈവം പറഞ്ഞു, നീ ഫറവോനോട് ചെന്ന് പറയണം, എന്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കണം. അപ്പോൾ മോശ പറഞ്ഞു, ഫറവോൻ ചോദിക്കും ആരാ അയച്ചത്? അപ്പൊ പറയണം ദൈവം അയച്ചു. അപ്പൊ ഫറവോൻ ചോദിക്കും ഏത് ദൈവം? അപ്പൊ നീ പറയണം സത്യദൈവം. അപ്പോൾ ഫറവോൻ ചോദിക്കും നിന്റെ ദൈവത്തിന്റെ പേര് എന്തുവാന്ന് ചോദിക്കും. അപ്പോൾ നീ അവിടെ പറയണം ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മോശയെ ഫറവോന്റെ മുമ്പാകെ അയച്ചു. പ്രാരംഭത്തിൽ 9 ബാധ വിട്ടിട്ടും ഫറവോന് മാനസാന്തരം വരുന്നില്ല. അപ്പോൾ 10ാമത്തെ ഒരു ബാധ അയക്കുവാൻ പദ്ധതി ഇട്ടു. ഈ ബാധ വരുന്നതിന് മുമ്പ് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം ഒരു പ്രമാണം വെച്ചു. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ആബീബ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10ാം തീയതി ഒരാട്ടുംകുട്ടിയെ തിരഞ്ഞെടുക്കണം. 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. ആ ആട്ടുംകുട്ടിയെ 10ാം തീയതി വേർതിരിച്ച് 14ാം തീയതി അതിനെ അറുത്ത് ആ ആട്ടുംകുട്ടിയുടെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഇസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടിളക്കാർ രണ്ടിലും കുറുമ്പടിമേലും പുരട്ടണം. കാലിൽ ചെരുപ്പിട്ട് അരമുറുക്കി ആമേൻ തീയിൽ ചുട്ട മാംസം തിടുക്കത്തോടെ കൈപ്പുചീരയും പുളിപ്പില്ലാത്ത അപ്പവും ചേർത്ത് കൂട്ടി ഭക്ഷിക്കണം. അന്ന് രാത്രി ആരും പുറത്തിറങ്ങരുത്. സംഹാരദൂതൻ ഓരോ വീടിന്റെ വാതിൽക്ക് വരും. ചോരത്തളി ആചരിക്കാത്ത വീട്ടിൽ കടന്നു കയറി ആദിജാതന്മാരെ ആമേൻ കൊണ്ടുപോകും. ഈ പ്രമാണം ദൈവം ഇസ്രായേലിനെ അറിയിച്ചു. അത് ഇസ്രായേൽ മക്കളെ അക്ഷരം പ്രതി അനുസരിച്ചു. ആ ഭാഗം പഠിക്കുന്നവർക്കറിയാം. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. വായിച്ചേ പുറപ്പാട് പുസ്തകം 12ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ. പുറപ്പാട് 12ന്റെ 1, 2, 3 വാക്യങ്ങൾ. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുൾ ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. അടുത്തത് നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടുകുട്ടി വീതം. ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം, ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തന് ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. തമിഴിൽ വായിച്ചാട്ടെ. கர்த்தர் எகிப்து தேசத்தில் மோசேயும் ஆரோனையும் நோக்கி, இந்த மாதம் உங்களுக்கு பிரதான மாதம், இது உங்களுக்கு வருஷத்தின் 1ஆம் மாதமாய் இருப்பதாக நீங்கள் இஸ்ரவேல் சபையார் யாவரையும் நோக்கி, இந்த மாதம் 10ஆம் தேதியில்
வீட்டு தலைவர்கள் வீட்டுக்கு ஒரு ஆட்டுக்குட்டியாக ஒவ்வொருவரும் ஒவ்வொரு ആട്ടുകുട്ടിയെ தெரிந்து അപ്പോൾ കൊള്ളണം. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. കണക്ക് സാധാരണ പറയുന്നത് 6,03,351 ആട്ടുകൊറ്റനെ വേർതിരിച്ചെന്ന. വീടൊന്നിന് ഒരു ആട്ടിൻകുട്ടി. ഏതാണ്ട് അത്രയും കുടുംബം ഉണ്ടായിരുന്നെന്ന. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ഇനി ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കും ആ ഭാഗം അറിയാം, ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. കാണുന്ന ആട്ടിൻകുട്ടിയെ പിടിച്ച് കണ്ടിക്കാൻ വ്യവസ്ഥയില്ല. ആട്ടിൻകുട്ടിയുടെ യോഗ്യത 5-ാം വാക്യം വായിക്കാം. 12:5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായി 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് കോലാടോ അത് ചെമ്മരിയാടോ ചെമ്മരിയാടോ കോലാടോ ആകാം. ആകാം. തമിഴിൽ அந்த ஆட்டுக்குட்டி பழுதற்றதும் ஆ. ஆணும் 1 வயதுள்ளதுமா இருக்க வேண்டும். ஆ. செம்மறியாடுகளிலாவது വെള്ളാടുകളിലാവത് அதை தெரிந்து അപ്പോൾ കൊള്ളலாம். ശ്രദ്ധിക്കുക, കാണുന്ന ആട്ടിൻകുട്ടിയെ എല്ലാം പിടിച്ച് കണ്ടിക്കാൻ വ്യവസ്ഥയില്ല. ആട്ടിൻകുട്ടിക്ക് യോഗ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട യോഗ്യത ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. ഈ ആട്ടിൻകുട്ടി ഏത് എന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിന്റെ ഉപദേശപ്രകാരം പറഞ്ഞാൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് നിഴല. കടന്നു പോകുന്ന ക്രിസ്തുവേശുവിനെ ചൂണ്ടിക്കൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യവൃന്ദങ്ങളോട് പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാണ് സാക്ഷാൽ ദൈവ കുഞ്ഞാട്. ഈ കുഞ്ഞാട്, ഈ ആട്ടിൻകുട്ടി യേശു ക്രിസ്തുവിന് നിഴല. യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടെന്നും ശ്രേഷ്ഠനായ കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും വെളിച്ചമാകുന്ന കുഞ്ഞാടെന്നും ഒക്കെ അലങ്കാര ഭാഷയിൽ ഈ പുസ്തകത്തിൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആട്ടിൻകുട്ടി കർത്താവാകുന്ന ക്രിസ്തുവേശുവിനെ കാണിക്കുന്നു. അതാണ് പറഞ്ഞത്, ആട്ടിൻകുട്ടിയുടെ യോഗ്യത ഊനമില്ലാത്തതായിരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഊനമില്ലാത്ത, പാപമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരുവനെയുള്ളൂ നസറയനാകുന്ന യേശു ക്രിസ്തു. ബാക്കി സകല ആൾക്കാർക്ക് ഒന്നല്ലെങ്കിൽ വേറെ പലവിധമാകുന്ന അപാകതകളും ന്യൂനതകളുമുണ്ട്. യാതൊരു അപാകതയുമില്ലാത്ത, ന്യൂനതയില്ലാത്ത ഒരുവനെയുള്ളൂ നസറയനാകുന്ന യേശു ക്രിസ്തു. ഒരു കുറ്റവും ശത്രുക്കൾക്ക് പോലും കണ്ടുപിടിക്കാൻ ഒത്തില്ലല്ലോ. മഹാപുരോഹിതന്മാരാകുന്ന അന്നാസും കയ്യപ്പാവും ഒക്കെ മാറി മാറി വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ല. അവർ തോറ്റെന്നല്ലാതെ യേശുവിൽ കുറ്റമൊന്നുമില്ലായിരുന്നു. പീലാത്തോസ് തിരിച്ചും മറിച്ചും വിസ്തരിച്ചു, യാതൊരു കുറ്റവും കണ്ടില്ല. ഒക്കാഞ്ഞിട്ട് ഹെരോദാവിന്റെ അടുക്കൽ അയച്ചു, പുള്ളിയും നോക്കിയിട്ട് ഒരു കുറ്റവും കണ്ടില്ല. സന്നിധി സംഘങ്ങളെല്ലാം കൂടെ വളഞ്ഞു നിന്ന് വട്ടം കൂടി വിസ്തരിച്ചു നോക്കി, ഒരു കുറ്റവും കണ്ടില്ല. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ പറഞ്ഞത് നമുക്ക് അറിയാം, നമ്മള് തെറ്റ് ചെയ്തിട്ട് ന്യായമായ ശിക്ഷ അനുഭവിക്കുക, ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തില്ല. അവൻ മറ്റവനെ ശാസിക്കാൻ മിണ്ടാരിയിടാന്ന് പറഞ്ഞു. നമ്മൾ കുഴപ്പടി കാണിച്ചതുകൊണ്ട് ആ ക്രൂശ കയറിയത്. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കർത്താവിന്റെ തിരുമരണ സമയത്ത് ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. നമുക്കറിയാം, 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം കൂരിരുട്ട്, അണ്ടകടാഹമെല്ലാം വല്ലാതായി, കൂരിരുട്ടായി. യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് 2ആയിട്ട് ചീന്തി. ഒരു വല്ലാത്ത അന്തരീക്ഷം. ഈ സമയത്ത് ശതാധിപനും വഴി നടന്നു പോയവരെല്ലാം കൂടെ പറയുന്നൊരു പദമുണ്ട്, വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാൻ. യാതൊരു ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്ത, പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ക്രിസ്തുവിനെ പോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ ഒരുവൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകില്ല. യേശു ക്രിസ്തു മാത്രം യോഗ്യൻ. പൗലോസ് പറഞ്ഞൊരു പ്രയോഗം കൊണ്ടുണ്ട്, ഇവൻ എത്ര മഹാനെന്ന് നോക്ക്, ആമൻ, ശ്രദ്ധിച്ചു നോക്ക്, സൂക്ഷിച്ചു നോക്ക്, ഇതുപോലെ ശ്രേഷ്ഠനായ വേറൊരുവനില്ല. ദൈവത്തിന് മഹത്വം. അതുപോലെ യോഗ്യനായ യേശു ക്രിസ്തു. ആട്ടെ, ആ ഭാഗം അധികം വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കുഞ്ഞാട് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. ആ കുഞ്ഞാടിനെ അറുത്തതിന്റെ രക്തം കട്ടളക്കാരണ്ടിലും കുറുമ്പടി പോലും പുരട്ടണം എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച്, ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം.
പള്ളിയിൽ പോയത് കൊണ്ടോ സ്തോത്രകാഴ്ച കൊടുത്തത് കൊണ്ടോ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടോ പള്ളിയുടെ അടുത്ത വീടായതുകൊണ്ടോ വീട്ടുപേര് പള്ളിപ്പറമ്പിൽ സ്വർഗത്തിൽ പോകുകയല്ല. ഈ പറമ്പിൽ കിടക്കുകയല്ലാതെ അവിടെ തിരുവിതാംകൂറിലൊക്കെ ഞങ്ങളുടെ ഇവിടെയൊക്കെ വീട്ടുപേര് അങ്ങനെ അമ്മിക്കുന്നത് പള്ളിക്കുന്നേലെ, പള്ളിപ്പറമ്പിലെ, പള്ളി താഴെ, പള്ളിയോട് ബന്ധപ്പെട്ട. നല്ലതാ, പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. ഞാന് വലിയ കുടുംബ ശ്രേഷ്ഠതയുള്ളയാളാ, വലിയ കുടുംബത്തിൽ പറഞ്ഞയാളാന്ന് പറഞ്ഞാലൊന്നും മേളി പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാരുണ്ട്, സെൻട്രൽ പാസ്റ്റർ ഉണ്ട്, ഞങ്ങളുടെ വീട്ടിലെ മെയിൻ പാസ്റ്റർമാരുണ്ട്, അച്ഛനുണ്ട്, കപ്പിയാരുണ്ട്, കന്യാസ്ത്രീയുണ്ട്, പള്ളിയുടെ സ്ഥലം ഞങ്ങളുടെ സ്ഥലമായിരുന്നു. അതൊക്കെ നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. സ്തോത്രം. ഞാൻ ഉപദേശമാർക്കും അച്ഛന്മാർക്കും എല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയാളാ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും വന്ന് കഴിക്കുന്നത്. അതൊക്കെ നല്ല കാര്യം. സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. സ്തോത്രം. അപ്പൊ കുടുംബശ്രേഷ്ഠത പറഞ്ഞത് കൊണ്ടോ കാശ് കൊടുത്തത് കൊണ്ടോ ആമേൻ പള്ളിയിൽ നിരന്തരം പോയത് കൊണ്ടൊന്നും നിത്യതയിൽ എത്തുകയല്ല. നിത്യതയിൽ എത്തണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു വ്യക്തി കർത്താവാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. ദൈവത്തിന് മഹത്വം ആട്ടെ. അപ്പൊ ഈ കുഞ്ഞേടിനെ അറുത്ത് ചോരത്തിൽ ആചരിച്ചത് രക്ഷിക്കപ്പെട്ടതിനെ കാണിക്കുന്നു. ഈ രക്ഷിക്കപ്പെട്ട ഇസ്രയേല് അല്ലെങ്കിൽ ദൈവജനം മിസ്രയീമിൽ നിന്നില്ല, അവര് മിസ്രയീം വിട്ടു. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന ആൾക്കാര് ആ രക്ഷിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് പിന്നെ വിട്ടുപോരണം. ഇത് രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെയും അവിടെ തന്നെ നിൽക്കുക, അത് പാടില്ല. അവിടെ വിടണം, അത് വേർപാട് പാലിക്കണം. ഇവര് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ചോരത്തിനെ ആചരിച്ച് അവിടുന്ന് വിടുതൽ പ്രാപിച്ച് കടന്നു പോകുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഇവര് ചെങ്കടൽ തീരത്ത് വന്ന് ചെങ്കടലും കടന്നു. അധികം വ്യാഖ്യാനിക്കുന്നില്ല. ചെങ്കടല് സ്നാനത്തിനൊരു മുൻകുറിയാണ്. എല്ലാവരും സ്നാനപ്പെട്ടു. അപ്പൊ ശ്രദ്ധിക്കുക, രക്ഷിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും സ്നാനപ്പെടണം. സ്തോത്രം. എല്ലാവരും സ്നാനപ്പെടണം. ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അതാണ് ശരിയായ സ്നാനം. ഇത് യോഗത്തിന്റെ ആദ്യ ദിവസം തന്നെ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നാളെ മറ്റന്നാൾ ഇന്ന് വരുന്നവർ വന്നില്ലെങ്കിലോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഇത് കേട്ടേച്ചങ്ങ് പോട്ടെ. നാളെയോ മറ്റന്നാളോ വലിയ ഗുണമില്ല എന്ന് ചിന്തിച്ച് വരാതിരുന്നാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് കേട്ടേച്ചങ്ങ് പോട്ടെ. സ്നാനപ്പെടണം. എങ്ങനെയാ സ്നാനം? എടുത്തോണ്ട് പോവുകയോ വെള്ളം ഒഴിച്ചിങ്ങനെ മെഴുക്കി എടുക്കുകയോ കുടയുകയോ തൂക്കുകയോ ഒന്നുമല്ല. വെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെടണം. അതാ ശരിയായ സ്നാനം. യേശു സ്നാനപ്പെടാൻ വന്നപ്പോ ആരും എടുത്തോണ്ടല്ല വന്ന് വാവോ എന്നും പറഞ്ഞ അങ്ങനല്ല കൊണ്ടുവന്നത്. കരയരുത്. കുപ്പിപ്പാല് വന്നുമില്ലായിരുന്നു സ്നാനപ്പെടുത്താൻ വന്നപ്പോ. ആരോ റൂട്ടിന് 2 ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തേച്ച് സ്നാനപ്പെടുത്താൻ കൊണ്ടുപോവാ. അങ്ങനൊന്നും അല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? യേശു നടന്നാ വന്ന് എന്ന് പറഞ്ഞാൽ ശരിയായ സ്നാനം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താവൂ. അടുത്തിരിക്കുന്ന വല്യപ്പനല്ല പറയുന്നത് വിശ്വസിക്കുന്നെന്ന്. മനസ്സിലായോ? സ്നാനപ്പെടേണ്ട ആള് പറയണം ഞാൻ വിശ്വസിക്കുന്നു. അതാ ശരിയായ സ്നാനം. വെള്ളത്തിൽ ഇറങ്ങണം. അതാ ശരിയായ സ്നാനം. സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിലിറങ്ങി സ്നാപകൻ സ്നാനാർത്ഥിയെ വെള്ളത്തിൽ മുക്കണം. നിമഞ്ജനം, മുഴുകൽ സ്നാനം. അത് വിശ്വാസ സ്നാനമാണ്. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. യേശു മാതൃക കാണിച്ചു. യേശുവിനോട് ചേരുവാനാ, ക്രിസ്തുവേശുവിനെ ധരിപ്പാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. സ്തോത്രം. മാത്രമല്ല യോഹന്നാന്റെ ലേഖനം പിടിക്കുമ്പോൾ സ്നാനപ്പെടുമ്പോൾ 3 പേര് സാക്ഷ്യം ഉണ്ട്. 3 പേരാ സാക്ഷ്യം പ്രസ്താവിക്കുന്നത്. ആത്മാവ്, വെള്ളം, രക്തം. അപ്പൊ ഈ വെള്ളം നമുക്ക് സാക്ഷി പറയും. ഭൂമിയിൽ മൂവരല്ലോ
സാക്ഷ്യം പറവതോർത്താൽ ഭൂമിയിൽ മൂവരല്ലോ. സാക്ഷ്യം പറവതോർത്താൽ ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും. ആത്മാവു വെള്ളമതും പിന്നീട് ശോണിതവും. ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വാകിപ്പതി സമയേ. ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വാകിപ്പതി സമയേ. അപ്പൊ സ്നാനപ്പെടുമ്പോൾ ഈ വെള്ളം നമുക്ക് വേണ്ടി സാക്ഷ്യം പറയും. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവീൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവീൻ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീ ജലത്തിൽ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീ ജലത്തിൽ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവീ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രമോർത്തിടുവീ. അപ്പൊ യേശുക്രിസ്തു നല്ല മാതൃക കാണിച്ചു തന്നു. അതാണ് ശരിയായ സ്നാനം. അപ്പോൾ ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടു. രണ്ട്, എല്ലാവരും സ്നാനപ്പെട്ടു. ഞാൻ പറയാനുണ്ട്, ഇസ്രായേൽ മക്കൾ സ്നാനപ്പെടുന്ന കണ്ടുകൊണ്ട് മിസ്രയീമിന് സ്നാനപ്പെട്ടു. രണ്ടു കൂട്ടരും സ്നാനപ്പെട്ടു. ഇസ്രായേൽ സ്നാനപ്പെടുന്ന കണ്ട് മിസ്രയീമിനും സ്നാനപ്പെട്ടു. പിന്നെ ഒരു വ്യത്യാസം, ഇസ്രായേല് സ്നാനപ്പെട്ടു, മുങ്ങി പൊങ്ങി മറകര കയറി. അത് കണ്ടോണ്ട് മിസ്രയീമര് മുങ്ങി പൊങ്ങിയില്ല. അതാ നമ്മുടെ കൂടെ മുങ്ങിയ പല ആൾക്കാരും പൊങ്ങാതെ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പൊങ്ങുന്നത്. ദേശത്ത് പൊങ്ങുകയല്ല. നിങ്ങളാണ്ട എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എബ്രായർ 11:29. മലയാളത്തിലൊന്ന് വായിച്ചിട്ട്. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ, വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. ചെങ്കടലിൽ കൂടി കടന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, തമിഴിൽ ഒന്ന് വായിച്ചേ. விசுவாசத்தினாலே அவர்கள் சிவந்த சமுத்திரத்தை உரந்த தரையை கடந்து போவது போல വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. ചെങ്കടൽ സ്നാനത്തിന് മുൻകുറിയാ. അപ്പൊ ഇവര് ചെങ്കടൽ കടന്നത് എങ്ങനെയാ കടന്നത്? ഉറക്കെ പറ. വിശ്വാസത്താൽ. ചെങ്കടൽ കടന്നത് വിശ്വാസത്താൽ. അപ്പൊ നമ്മുടെ സ്നാനം എന്തോ സ്നാനമാ? ഉറക്കെ പറ. വിശ്വാസ സ്നാനം. വേറെ പുസ്തകത്തിലെ സ്നാനം അതാ വിശ്വാസ സ്നാനമാ. പ്രായമുള്ളവരെ മുക്കാൻ വ്യവസ്ഥയില്ല, പിള്ളാരെ മുക്കാനും വ്യവസ്ഥയില്ല, യൗവനക്കാരെ മുക്കാനും വ്യവസ്ഥയില്ല. വേറെ പുസ്തകത്തിലെ വ്യവസ്ഥ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. അയ്യോ, അപ്പച്ചന് 97 വയസ്സായി എങ്ങാനും ചത്തുപോയാൽ ഇനി അങ്ങ് എത്തിയതെത്തുകയില്ല, എന്നാ അപ്പച്ചൻ മുങ്ങിയാട്ടെ. ഇനി അപ്പം പറഞ്ഞു, എനിക്ക് തണുത്ത വെള്ളത്തിൽ മുങ്ങാൻ ഒക്കത്തില്ല. ഒരു കാര്യം ചെയ്യും, സ്നാനത്തൊത്തിക്കകത്ത് ചൂടുവെള്ളം ആക്കി തരാം, എങ്ങനെയും ഒന്ന് മുങ്ങ്. വല്യപ്പന് ഓർത്ത് ഏതായാലും ചാകുന്നതിന് മുന്നേ എന്നാ മുങ്ങിയേക്കാം. കോഴിയെ മുക്കിയതുപോലെ കൊണ്ട് കയറ്റിയിരുത്തി, അനക്കോ ഇല്ല, ആവിയില്ല, ഒന്നുമില്ല. അതൊന്നും അല്ല സ്നാനം. പണ്ട് പിള്ളേരെല്ലാം ഗൾഫിലായിരുന്നു. പിള്ളേർ അപ്പനോട് പറയായിരുന്നു, കാശ് അയച്ചു കൊടുക്കുന്നതാ. അപ്പൊ സ്നാനപ്പെട് സ്നാനപ്പെട് സ്നാനപ്പെട്. എന്ത് ചെയ്താൽ സ്നാനപ്പെടുകയല്ല. അവസാനം മൂത്ത മോൻ ജോണിക്കുട്ടി പറഞ്ഞു, ഇനി കാശൊന്നും തരികയല്ലെന്ന് പറഞ്ഞു, സ്നാനപ്പെട്ടില്ലേ. അപ്പൊ അപ്പന് മനസ്സിലായടാ, ഇത് പരുവക്കേടാന്നില്ല. അന്നൊക്കെ ഒരു കത്ത് എഴുതി, ജോണിക്കുട്ടി ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചെന്ന്. പിള്ളേരെല്ലാം കൂടെ വന്ന് എൻ്റെ മാന്നാറിനെ പറയാ കൊണ്ട് സ്നാനപ്പെടുത്തി. അപ്പന് വലിയ താല്പര്യമൊന്നുമില്ല, പൈസ വേണ്ടേ. വെള്ളത്തിലോട്ട് മുക്കി ഇങ്ങോട്ട് പൊങ്ങി വന്ന ഉടനെ ചോദിച്ചു, നിന്റെ എല്ലാം സൂക്കേട് തീർന്നല്ലോ എന്ന് ചോദിച്ചു. അയാൾ നേരെ വീട്ടോട്ട് പോയി. സഭകളിൽ വന്ന് യോഗത്തിന് കൂടേണ്ടതാണ്. ഇതല്ലായിരുന്നു. അപ്പൊ സൂക്കേട് തീർക്കുന്നതല്ല സ്നാനം. വേറെ തന്നെ പിടിച്ച് മുക്കി അങ്ങോട്ട് വരുമ്പോൾ അവന് ഒന്ന് ഉതറിയേച്ച് നേരെ പതച്ച് അക്കരയ്ക്ക് കയറി. അക്കരയ്ക്ക് കയറിയേച്ച് അവനങ്ങ് പോയി. എന്നാൽ തിരിഞ്ഞു പോകുക എന്ന് പോലും പറഞ്ഞില്ല. സ്നാനപ്പെടുത്തിയ പുള്ളി നോക്കി നിൽക്കുക. എങ്ങനെയുണ്ട്? പിന്നീട് അറിഞ്ഞ അവൻ ഇച്ചിരി ഇളക്കമുള്ളവനെ, ചെവിക്കാത്ത കണ്ട് വെള്ളം കയറിയപ്പോൾ ഇളകി അവനങ്ങ് പോയതാ. ഇതൊന്നുമല്ല സ്നാനം. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. സ്തോത്രം.
ആട്ടെ, ഞാൻ എൻ്റെ ജീവിതാനുഭവം കൂടെ പറയണമെന്നൊക്കെ ചിന്തിച്ചതാ, അതിന് മുതിരുന്നില്ല. ഞാനും സ്നാനപ്പെട്ടപ്പോൾ അല്പ പ്രതികൂലമുണ്ടായിരുന്നു, പക്ഷേ പിടിച്ചു നിൽക്കാൻ ദൈവം കൃപ നൽകി. അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദൈവം ഇതുവരെ നിർത്തി. സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5 വായിക്കുന്നത്, കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരികയില്ലെന്ന. യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാ ഈ സ്നാനം. ആ സ്നാനം നീ അനുഷ്ഠിച്ചാൽ, കൽപ്പന പ്രമാണിച്ചാൽ നിനക്കൊരു ദോഷവും വരികയില്ല. സഭാപ്രസംഗി 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 8:5 നല്ലൊരു വാക്യമാ, വായിച്ചു. സഭാപ്രസംഗി 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കയില്ല. ഒരു ദോഷവും സംഭവിക്കത്തില്ല. തമിഴിൽ വായിച്ചേ. കற்பനയെ കൈക്കൊള്ളുகிறവൻ ഒരു തീങ്കയും അറിയാൻ. കർത്താവിന് മഹത്വം. ഒരു ദോഷവും നിനക്ക് വരികയില്ല. നീ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ, ആചരിച്ചാൽ, അനുഷ്ഠിച്ചാൽ നിനക്കും നിന്റെ സന്തതിക്കും നിന്റെ കുടുംബത്തിന് ഒരു ദോഷവും വരികയില്ല. അപ്പൊ ഇവരെല്ലാവരും സ്നാനപ്പെട്ടു. അപ്പോൾ വിശ്വാസത്താൽ അവർ കരകിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അടുത്ത വാക്യം. അതെല്ലാം മറിച്ചോ? അവർ ശൂർ മരുഭൂമിയിൽ അതൊന്നുമല്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 29. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. വായിച്ചേ ഒന്നുകൂടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് വന്നതാ, പ്രാരംഭ ദിവസവുമാ. അപ്പൊ ഇന്ന് പല പല അപാകതകളൊക്കെ വരും. ഇന്നും ഞാനും അത് നോക്കുക. നാളെ അതെല്ലാം നമുക്ക് പരിഹരിച്ചായിരിക്കും പോകുന്നത്. വായന, പാട്ട്, താളം, അതിൻ്റെ നാളെ ആകുമ്പോൾ അത് ഓർഡറായി വരും. ദൈവത്തിന് നാളെയും മറ്റന്നാളും ഒക്കെ. അപ്പം ദൈവം അനുവദിച്ചാൽ ആ രീതിയിൽ പോയി. ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ. എൻ്റെ ഒരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇന്നിങ്ങനെ അങ്ങോട്ട് പോട്ടെ. നാളെ നമുക്ക് നീ വർത്താനം അവൻ പ്രശ്നക്കാരൻ. ഇങ്ങോട്ട് കയറി. വായിച്ചേ 11:29. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അടുത്തത്, അത് മിസ്രയീമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ, വിശ്വാസമുള്ള ഇസ്രായേൽ മുങ്ങുന്ന കണ്ട് വിശ്വാസമില്ലാത്തവൻ മുങ്ങി. അവൻ പൊങ്ങിയില്ല. സ്നാനം വിശ്വാസ സ്നാനമാണ്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. ആട്ടെ, ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ ശിശുസ്നാനക്കാര് വാദിക്കുന്നത് കുടുംബമായിട്ട് സ്നാനപ്പെട്ടെന്ന് പുതിയ നിയമത്തിലുണ്ടല്ലോ. കുടുംബമായിട്ട് സ്നാനപ്പെട്ടു ഉണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ കൊച്ചു പിള്ളേര് കാണുമല്ലോ. 6 മാസം പ്രായമുള്ളതും 1 വയസ്സ് പ്രായമുള്ളതും, അല്ലെങ്കിൽ 2 മാസം പ്രായമുള്ളതും 8 മാസം പ്രായമുള്ളതും 2 വയസ്സ് പ്രായമുള്ള കൊച്ചു പിള്ളേര് കാണുമല്ലോ. കാണാം. വിഷയമാണോ? അപ്പോൾ അങ്ങനെയുള്ള പിള്ളേര് കാണുമല്ലോ. കാണും. അപ്പോൾ ആ പിള്ളേരെ വെള്ളത്തിൽ മുക്കാൻ ഒക്കത്തില്ലല്ലോ. ഒരിക്കലും ഒക്കത്തില്ല. 6 മാസം പ്രായമുള്ള കൊച്ചിനെ എങ്ങനെ വെള്ളത്തിൽ മുക്കുന്നത്? അല്ല, നിങ്ങൾ ഈ പെന്തിക്കോസുകാർ പറയുന്നത് മുങ്ങി സ്നാനപ്പെടണമെന്നല്ലേ? അതെ, ഞങ്ങൾ പറയുന്നതല്ല, പുസ്തകത്തിൽ അങ്ങനെ. അപ്പൊ പിന്നെ ഈ 6 മാസമുള്ള കൊച്ചിനെ മുക്കാൻ ഒക്കത്തില്ലല്ലോ. ഒരിക്കലും ഒക്കത്തില്ല. അപ്പൊ പിന്നെ അതിനെ എങ്ങനെയാ പിന്നെ സ്നാനപ്പെടുത്തിയത്? അതിനെ സ്നാനപ്പെടുത്തി കാണുകയല്ല. സ്നാനപ്പെടുത്തിയെന്നില്ലല്ലോ. കുടുംബമായി സ്നാനപ്പെട്ടെന്ന അങ്ങനെ ഉണ്ട്. അപ്പൊ പിന്നെ കൊച്ചിനെ മുക്കി കാണുകയല്ലേ? കൊച്ചിനെ മുക്കാനൊക്കത്തില്ല. അപ്പൊ മുക്കാനൊക്കത്തില്ല, പിന്നെ എങ്ങനെ ആയിരിക്കും സ്നാനം? അതാണ് അവരുടെ വാദം. അതുകൊണ്ട് ശിശുസ്നാനം കുഴപ്പമില്ലെന്ന് മറുവാദം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരോട് തിരിച്ചു ചോദ്യം, കുടുംബമായിട്ട് പെസക തിന്നുന്നുണ്ടല്ലോ. അപ്പൊ മോണ ഇറക്കാത്ത, പല്ല് കിളിക്കാത്ത കൊച്ചുണ്ടല്ലോ. ഉണ്ട്. അതിനെങ്ങനെ ഇറച്ചി കൊടുക്കുന്നേ?
തീ ചുട്ട മാംസമേ. കുറുക്ക് പോലും ചൊവ്വന കുടിക്കുന്നില്ല കൊച്ചെ. കുറുക്ക് ഞങ്ങളുടെ ഇവിടെ കുറുക്കെന്നാ പറയുന്നത്, ഇവിടെ എന്താ പറയുന്നത്? ലിക്വിഡായിട്ട് കേൾവറ ലിക്വിഡായിട്ട് അവിടെയൊക്കെ പഞ്ഞപ്പുല്ല് 5 മാസമൊക്കെ ഉള്ള കൊച്ചുങ്ങൾക്ക് പഞ്ഞപ്പുല്ല്. അപ്പൊ അങ്ങനെ പഞ്ഞപ്പുല്ല് ഒക്കെ കടിക്കുന്ന പ്രായത്തിൽ എങ്ങനെ കൊച്ചിന് മാംസം കൊടുത്തില്ല, കൊടുക്കാനൊക്കത്തില്ല. പിന്നെ കുടുംബമായിട്ട് തിന്നെന്ന് വായിക്കുന്നല്ലോ എന്ന് പറഞ്ഞ അതിന് ആക്കം ഉള്ളവരും പല്ലുള്ളവരും ചവച്ചരയ്ക്കാൻ കഴിവുള്ളവർക്ക് അത് കൊടുത്തെന്നർത്ഥം. കുടുംബമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടെന്നുണ്ടല്ലോ, കുടുംബമായിട്ട് മലന്ന് കിടക്കുന്ന കൊച്ചെങ്ങനെ വാളും കുന്തവും എടുക്കുന്നേ? ഒക്കത്തില്ലല്ലോ, ഒക്കത്തില്ല. അപ്പൊ പിന്നെ ആരാ യുദ്ധം ചെയ്തത്? അതിന് ആക്കവും പ്രാപ്തിയും പരിശീലനം ലഭിച്ചവർ പോയി. അപ്പൊ കുടുംബമായി സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ കർത്താവിനെ വിശ്വസിക്കാൻ പ്രാപ്തിയുള്ളവരും ഏറ്റുപറഞ്ഞവരും വിശ്വസിച്ചവരെ മുക്കി, അല്ലാതെ കൊച്ചുങ്ങളെ കൊണ്ട് മുക്കിയെന്നല്ല. വേദപുസ്തകം നിങ്ങൾ മൊത്തം പഠിച്ചു, ശിശുക്കളെ മുക്കാനും തളിക്കാനും ഒറ്റ വാക്യമില്ല. മുഴുവൻ വാക്യവും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവരെല്ലാവരും സ്നാനപ്പെട്ടു. അപ്പൊ എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട് ഇവര് മറുകര കയറി. അക്കരെ കയറിയ ദൈവമക്കൾ പുറകോട്ട് നോക്കിയപ്പോൾ പിന്നാലെ പാഞ്ഞു വന്ന വൈരിയെ കണ്ടില്ല. ശത്രു ഇവരുടെ പുറകെ വന്ന് ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടുമെന്നൊക്കെ പറഞ്ഞ ശാശ ഇവരുടെ പുറകെ വന്നത്. വായിച്ചേ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 8 മുതൽ എന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 15-ന്റെ 8 മുതൽ. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു. അടുത്തത് ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. അടുത്തത് ഞാൻ പിന്തുടരും. സാത്താൻ ഫറവോൻ പറയുക, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. അടുത്തത് ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. തമിഴിൽ വായിച്ചേ, 9-ാം വാക്യം വായിച്ചു. தொடருவேன், பிடிப்பேன், கொள்ளையாடி பங்கிடுவேன், என் ஆசி அவர்களிடத்தில் திருப்தியாகும், என் பட்டயத்தை உருவுவேன், என் கை அவர்களை சங்கரிக்கும் என்று பகைஞன் சொன்னான். ഇങ്ങനെയാണ് പിശാച് ഇവരുടെ പുറകെ വന്നത്. ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കും, ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. പക്ഷെ ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം ഏൽപ്പിച്ചു കൊടുത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ശത്രുവിന്റെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നാം തിരുവചനത്തിൽ വായിക്കുന്നത്, തന്റെ കുറുപ്രാവിന് ദുഷ്ടമൃഗത്തിന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ശത്രുവിന്റെ ആശയെ നിഷ്ഫലമാക്കി ദൈവത്തിന്റെ ആശ നിറവേറി വരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിന്നാലെ വരും, പിന്തുടരും, പിടിക്കുമെന്നൊക്കെ വൈരി പറഞ്ഞെങ്കിലും വൈരിയെ ചെങ്കടലിൽ താഴ്ത്തി തന്റെ ജനത്തെ, ചോരത്തിൽ ആചരിച്ച ജനത്തെ ദൈവം മറുകര കയറ്റി. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ കഴിവുള്ള നസറായൻ ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആമൻ. മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാനമുള്ളവനായി, 7 നക്ഷത്രം വലങ്കി പിടിച്ച് നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും തീർപ്പും കൽപ്പിച്ച് വിടുവിക്കുവാൻ ഇന്ന് രാത്രിയിലും അവിടുന്ന് നമ്മുടെ നടുവിൽ നടകൊള്ളുന്നുണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവരെല്ലാം മറുകര കയറി. ഈ മറുകര കയറിയവർ പുറകോട്ട് നോക്കിയപ്പോൾ ഒരെണ്ണത്തിനെ കാണല്ല, മുഴുവനും ദൈവം ചെങ്കടലിൽ താഴ്ത്തി. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പാട്ടിന്റെ വരിയുണ്ട്, എൻ്റെ കൂടെ പാടാനായിട്ട് സഹോദരന്മാരുള്ളതാ. ഇന്ന് വന്നില്ല, ചിലപ്പോൾ നാളെ വരുമായിരിക്കും. ദൈവത്തിന് മഹത്വം. പിന്നെ ഇവിടെ താളം വലിയ കുഴപ്പമില്ല. സ്തോത്രം. അപ്പൊ ആ പഴയ ഒരു പാട്ടിന്റെ വരിയുണ്ട്. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. വിദ്രുതമപകൃതം ഭദ്രം ഞാൻ ഭാഗിച്ചിടും. തൃപ്തിപ്പെടുമെന്നാൽമ പാത്രയെ കൊണ്ടുമുടൻ ഉത്തരിജൻ വാള ഞാൻ നിഗ്രഹിക്കും. അവരെ പാടും പരമനു പരിചോട് ഞാൻ വാഴും അവനു സതതം.
പരമനു പരിചോട് ഞാൻ. Mamagabelan tutiyaya bendan Yehova. 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 Ayavൻ എനിക്കുള്ള രക്ഷയും ദൈവവുമാം. ആകയാൽ അവനൊരു വാസസ്ഥലം ചമയ്പേൻ. പിതൃദേവനവൻ ഞാനവനെ പുകഴ്ത്തി പാടും. പരമനു പരിചോട് ഞാൻ വാഴും. അവനു സതതം ജയം പാടും. പരമനു പരിചോട് ഞാൻ. നിൻഭുജ വല്ലഭത്വ സ്തംഭിതരായവർ നിൻഭുജ വല്ലഭത്വ സ്തംഭിതരായവർ നിൻഭുജ വല്ലഭത്വ സ്തംഭിതരായവർ സമ്പാദിത ജനം കടന്നു പോകും വരെയും കമ്പനമില്ലാതുള്ള കല്ലുകൾ പോലെയവർ കുപ്പിനിനാഥനെ നിൻ മുൻപിൽ ഇരിക്കും. അവർ പാടും. പരമനു പരിചോട് ഞാൻ വാഴും. അവനു സതതം ജയം പാടും. പരമനു പരിചോട് ഞാൻ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപുരത്തിലവരെ. തോൽപ്പാർപ്പിനായി സ്ഥാപിച്ച ശുദ്ധ സ്ഥലത്തു തന്നെ കേൾപ്പുള്ള നിന്നവകാശാൽ രാത്രി തന്നിൽ നിൽപ്പാനരുളും ഭവാൻ സൽപാലകനായി വാഴും. പാടും. പരമനു പരിചോട് ഞാൻ വാഴും. അവനു സതതം ജയം പാടും. പരമനു പരിചോട് ഞാൻ. ശ്രദ്ധിക്കുക, ഞാൻ ഇവര് നല്ല താളക്കണക്ക് വന്നുകൊണ്ട് 2 ശീല് പാടിയെന്നേ ഉള്ളൂ. എൻ്റെ പാട്ടത്ര നല്ലതൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മൈക്ക് സെറ്റ് വർക്ക് ചെയ്യുന്ന സഹോദരൻ നന്നായിരിക്കുന്നു.
ദൈവത്തിന് മകത്ത്. എനിക്ക് 9 നിർത്തണമെന്നില്ല, പിന്നെ നാളെ ആട്ടെ, ഇന്നിപ്പം ഇങ്ങനെ വന്ന് ഇണങ്ങി വരട്ടെ. ദൈവത്തിന് മകത്വം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കൃത്യം 9 യോഗം നിർത്തും. പിന്നെ സൂക്ഷിച്ച് നോക്കുന്നു, മിക്കവാറും വെളുക്കോളം തുടങ്ങുമെന്ന. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ടു. എന്റെ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, എല്ലാവരും മറുകര കയറണം. അതാ ദൈവം ഇഷ്ടപ്പെടുന്നത്. അക്കരെ കയറിയവർ പുറകോട്ട് നോക്കിയപ്പോൾ പിന്നാലെ പാഞ്ഞു വന്ന് ഒന്നിനെയും കാണാനില്ല. ഈ കാഴ്ച കണ്ട് ഇവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ പുറപ്പാട് 15-19 വരെ സഹോദരന്മാര് പാട്ട് പാടി ബലപ്പെട്ടു. 20-ാമത്തെ വാക്യം വന്നപ്പോൾ അമ്മാമ്മ തപ്പ് കയ്യിലെടുത്ത് ബലപ്പെട്ടു. 21-ൽ സഹോദരിമാരെല്ലാരും കൂടെ ചേർന്നു. ചുരുക്കി പറഞ്ഞാൽ പുറപ്പാട് 15-ന്റെ 1 മുതൽ 21 വരെ സഹോദരിമാര് പാട്ട് പാടി ആത്മാവിൽ ബലപ്പെട്ടു. എത്ര നേരം പാടിയെന്നോ എത്ര പാട്ട് പാടിയെന്നോ അവിടെ എഴുതിയിട്ടില്ല. എൻ്റെ അഭിപ്രായം ഏറെ പാട്ട് പാടി കാണും, ഏറെ നേരം പാടി കാണും. കാരണം ചെറിയ കാര്യമല്ലല്ലോ ദൈവം ചെയ്തത്. ദീർഘവർഷങ്ങളായി ഇവരെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച വൈരിയെ ദൈവം ഒതുക്കി. ശത്രുവിന്റെ പിടിയിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിച്ച് മറുകര കയറ്റി. യഹോവ അവർക്ക് വേണ്ടി വൻകാര്യം ചെയ്തിരിക്കുക. അപ്പൊ ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഏറെ പാട്ട് പാടി കാണും, ഏറെ സമയം പാടി കാണും. പാടാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ 13-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിക്കണ്ട. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ദാവീദ് ഒരിക്കൽ പാടി, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ ഉള്ള കാലത്തോളം ദൈവത്തിന് പാട്ട് പാടും. പെട്ടകം പട്ടണത്തിൽ വന്നപ്പോൾ ദാവീദ് കുതിച്ച് പൂർണ്ണശക്തിയോടെ നൃത്തം ചെയ്തു. ദാവീദിന്റെ സഹധർമ്മിണി ദാവീദിനെ പരിഹസിച്ചെന്നൊക്കെയാണ് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത്. അച്ചായനിപ്പോ ഇതിന്റെ കാര്യമൊന്നും ഇല്ല. നമ്മൾ നമ്മുടെ പൊസിഷനും കൂടെ നോക്കണം. നമ്മൾ റോയൽ ഫാമിലിയാ. അച്ചായൻ നേരത്തെ കാട്ടിൽ കൂടെ ഒക്കെ അലഞ്ഞു നടക്കുകയായിരുന്നെങ്കിലും ഇപ്പോൾ അച്ചായൻ എന്നെ കെട്ടിയേ പിന്നെ രക്ഷപ്പെട്ടു. റോയൽ ഫാമിലിയാ. അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം. ചുമ്മാ 10 തോറ്റവനെല്ലാം കൂടെ അണ്ണാക്ക് വെക്കും പോലെ അച്ചായൻ കിടന്ന് അച്ചായന്റെ ഡ്രസ്സ് നോക്കണ്ടേ, രാജവസ്ത്രം, നമ്മൾ ഡ്രസ്സിനെ ബഹുമാനിക്കണം. കിരീടം അതൊക്കെ ശ്രദ്ധിക്കണം. ചെങ്കോല് അതൊക്കെ നോക്കണ്ടേ. ചുമ്മാ കിടന്ന് ഗ്ലോറി വിക്ടറി കാൽവറി എന്നും പറഞ്ഞ് ഇളകരുത്. അതൊക്കെ ഗതികേട് പിടിച്ചവനൊക്കെ തുള്ളും. ദാവീദ് ഉടനെ പറഞ്ഞത്, അയ്യോ എനിക്ക് ഇപ്പോഴാണെടി അത് ബോധ്യപ്പെട്ടെന്നല്ല. ദാവീദ് പറഞ്ഞ്, സ്തോത്രം, ഞാൻ ഇനിയും ദൈവത്തെ മഹത്വപ്പെടുത്തും. എൻ്റെ ദൈവം എന്നെ പുൽപ്പുറത്തിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നതാ. ഞാൻ ഇതിനൊന്നും യോഗ്യനല്ലായിരുന്നു, അവിടുന്ന് എന്നെ യോഗ്യനാക്കി തീർത്തു. ഞാൻ ഇനിയും ദൈവത്തെ മഹത്വപ്പെടുത്തും. പൂർണ്ണശക്തിയോടെ കുതിച്ചു നൃത്തം ചെയ്തു. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, ആരാധനയെ നിന്ദിച്ച മീകളിന് പിള്ളേരുണ്ടായില്ല, പക്ഷെ ആരാധിച്ച ദാവീദിന് തലമുറയുണ്ടായി. ആരാധനയ്ക്കെതിരെ കുറ്റം കണ്ടുപിടിച്ച് നിന്ദിച്ച മീകളിന് സന്തതിയൊന്നും ഉണ്ടായില്ല, പക്ഷേ ദാവീദിനുണ്ടായില്ല. പക്ഷെ ആരാധിച്ച ദാവീദിന് ദൈവം സന്തതിയെ കൊടുത്തു. സന്തതിയെ കൊടുക്കുക മാത്രമല്ല, ആരാധിച്ച ദാവീദിനോട് ദൈവം ദൂത് പറഞ്ഞു, നിന്റെ സന്തതിയെ ആകാശമുള്ള കാലത്തോളം ഞാൻ ആദരിക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോട് ഞാൻ പോഷ്ക്ക് പറയത്തില്ല. ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് ദൈവം പോഷ്ക്ക് പറയത്തില്ല. അപ്പൊ ഇവര് പാട്ട് പാടി അനവധി പാട്ട് പാടി നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഏറെ പാട്ട് പാടി ഇവര് കർത്താവിനെ ആരാധിച്ചു, ബലപ്പെട്ടു. എന്റെ ചിന്ത, നിരവധി പാട്ട് പാടി ആത്മാവിൽ ബലപ്പെട്ടു. 22-ാം വാക്യം വായിക്കുക, അനന്തരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കണം. പാട്ട് പാടി നിറഞ്ഞതിന് ശേഷം, പാട്ട് പാടി ബലപ്പെട്ടതിന് ശേഷം ഇവരെത്തിയത് വെള്ളമില്ലാത്ത ശൂർ മരുഭൂമിയില്ല. ഇന്ന് രാത്രി കണ്ണികക്കകത്തെ 1-2 പാഠങ്ങൾ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മാവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. സത്യം, ശരി, നല്ലത്. പക്ഷെ ഇത് കഴിയുമ്പോൾ ചില വരണ്ട അനുഭവങ്ങളിൽ കൂടി ഇനി പോയെന്ന് വരാം. വെള്ളമില്ലാത്ത ചില അനുഭവങ്ങളിൽ കൂടി നടന്നെന്ന് വരാം. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. 3-ാമത്തെ ദിവസം വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്നു. ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി ഇറ്റി വെള്ളം കുടിക്കുക എന്നുള്ളതാ. ഇവരാണെ നിരവധി പാട്ട് പാടി ബലപ്പെട്ടവരാ. അങ്ങനെയാണെ ഇച്ചിരി വെള്ളം കുടിക്കണം. ശരീരത്തിന്റെ സ്ഥിതിയും
ശാസ്ത്രീയമായിട്ടൊക്കെ പഠിച്ചാൽ ശരീരത്തിന്റെ ഘടന അനുസരിച്ച് ഒരു 4-5 പാട്ട് പാടിക്കഴിഞ്ഞാൽ ആദ്യം ഇച്ചിരി വെള്ളം കുടിക്കണം. എന്തിനു? ഒരു പാട്ടും പാടാതെ പ്രാർത്ഥിക്കാതിരിക്കുന്ന ആൾക്കാർ ചുമ്മാ ഇരുന്ന് കുടിക്കുന്നുണ്ടല്ലോ. അത് സദസ്സിലാന്നേലും സ്റ്റേജിൽ ആരുടെയും കുറ്റമല്ല. ഒരു പാട്ടുറക്കെ പാടുകയില്ല, കൈയടിക്കുകയില്ല, ആത്മാവിലാകുകയില്ല, അനക്കമൊന്നുമില്ല. എന്നാലും കൊണ്ടുവന്ന ഒരു കുപ്പി വെള്ളം കൂടെ എടുത്ത് ഇങ്ങനെ കുടിക്കുന്ന കാണാം. അത് കുഴപ്പമാണെന്നല്ല, വെറുതെ ഇരുന്നാലും ഈ ശരീരത്തിന്റെ ഘടന അങ്ങനെ. അപ്പൊ പിന്നെ പാട്ട് പാടിയവരുടെ കാര്യമോ? അപ്പൊ നിരവധി പാട്ട് പാടിയ ശേഷം ചെയ്യേണ്ടത് ഇച്ചിരി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇവിടെ വെള്ളം കുടിക്കാനില്ല, തൊണ്ട വരണ്ട് ഉണങ്ങി. 3-ാമത്തെ ദിവസം വെള്ളമുള്ളൊരു സ്ഥലത്ത് വന്നു. ഈ തൊണ്ട വരണ്ട് ഉണങ്ങിയ ദൈവമക്കൾ വെള്ളം കണ്ടോണ്ടു ആർത്തിയോടെ ഓടിച്ചെന്ന് കുടിക്കാനായിട്ട് എടുത്ത് വായിലേക്ക് ഒഴിച്ചു. പക്ഷെ അകത്തോട്ട് ഇറക്കാൻ മേല, കയ്പുള്ള വെള്ളം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ യാത്രാവേളയിൽ കയ്പുകൾ ജീവിതത്തിൽ വരാം, കൈപേറിയ അനുഭവങ്ങൾ വരാം. കർത്തദാസന്മാർക്കുണ്ടാകാം, ദൈവമക്കൾക്കുണ്ടാകാം. നീ രക്ഷിക്കപ്പെട്ടു, നല്ല കാര്യം, സ്നാനപ്പെട്ടു, വളരെ നല്ലത്, ആത്മസ്നാനവും പ്രാപിച്ചു, വളരെ നല്ലത്. പക്ഷേ കൈപേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ വരും. സ്തോത്രം. പല നിലകളിൽ നമ്മൾ കഴിക്കുന്ന വിഷയങ്ങൾ വരും. നമ്മെ കയ്പിക്കുന്നവർ കാണും, സ്വയമായിട്ട് കഴിച്ച വിഷയം കാണും, മറ്റുള്ളവർ നമ്മെ ഉപദ്രവിച്ച് കയ്പിക്കും. കൈപേറിയ അനുഭവങ്ങളിൽ കൂടി ഇന്ന് രാത്രി പോകുന്നവർ കാണാം. ഈ വെള്ളം അകത്തോട്ട് ഇറക്കാൻ ഒക്കുന്നില്ല, കയ്പുള്ള വെള്ളം. ഈ കയ്പ് വെള്ളം വായി പോയാൽ പിന്നെ ചെയ്യേണ്ട പരിപാടി നല്ല വെള്ളം എടുത്ത് വായിലൊഴിച്ച് കുലുക്കി ഒഴിക്കുകയാണ് പറയും. നല്ല കയ്പ് വെള്ളം പോയാൽ പിന്നെ നല്ല വെള്ളം ഒഴിച്ച് കുലുക്കി ഒഴിക്കണം. അതിന് നല്ല വെള്ളമില്ല, മൊത്തം കയ്പാണ്. അങ്ങനെയാന്ന് ഊറി വരുന്ന ഉമിനീരൂടെ കഴിച്ചു നിൽക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി നീ കടന്നു പോകും. നിരാശപ്പെട്ടു പോകരുത്. ഈ കൈപ്പേറിയ അനുഭവങ്ങളിൽ ഇവര് പിറുപിറുത്തു. അപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തെന്ന, ഒരു വൃക്ഷം, തമിഴിൽ മരമെന്ന അല്ലേ? വായിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചു. ഒരു മരം കാണിച്ചു കൊടുത്തു. ആ മരം വെട്ടി ഈ മേറയിലേക്ക് ഇട്ടപ്പോൾ ആ വെള്ളം മധുരമുള്ള വെള്ളമായി. അപ്പൊ ഇങ്ങനെ അതിന്റെ പാഠം ഒന്ന്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട്, ആത്മസ്നാനം പ്രാപിച്ച്, വിടുതല പ്രാപിച്ച് മറുകേറിയ ദൈവമക്കൾ ഓർക്കണം, ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വരാം. 2, ആ കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ പിറുപിറുക്കരുത്, നിരാശപ്പെട്ടു പോകരുത്, പതറരുത്, ഈ വിശ്വാസമാർഗം ഇട്ടേച്ച് തിരിച്ചു പോകരുത്, ഇത് തള്ളിക്കളഞ്ഞ് യേശുവിനെ ത്യജിച്ച് പറയരുത്. നീ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് പിടിച്ചു നിന്നാൽ നിന്റെ മാറായ ദൈവം മധുരിപ്പിക്കും. ഇന്ന് രാത്രി ഈ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലോ, കുടുംബജീവിതത്തിലെ വിഷയത്തിലോ, ശുശ്രൂഷകരുടെ വിഷയത്തിലോ, സമൂഹത്തോടുള്ള ബന്ധത്തിലോ, ചുറ്റുപാടിനോടുള്ള ബന്ധത്തിലോ, ജോലി സ്ഥലത്തുള്ള വിഷയത്തിൽ, ഏത് വിഷയത്തിൽ ആര് കൈപ്പോടിരിക്കുന്നോ അവരോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൂത് പറയുകയാ. നിരാശപ്പെട്ടു പോകരുത്, പതറിപ്പോകരുത്, പിന്മാറരുത്, പ്രാർത്ഥന മുടക്കരുത്, ആരാധന മുടക്കരുത്, കൂട്ടായ്മ മുടക്കരുത്, ഉപവാസം മുടക്കരുത്, ഒന്നും മുടക്കരുത്. നീ പിടിച്ചു നിന്ന് സ്തോത്രം ചെയ്യണം. നിന്റെ മേറയെ ദൈവം മധുരിപ്പിക്കും. ഹല്ലേലൂയ. 1, മാറായുണ്ട്. 2, എന്നും കൊന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മാറയെ ദൈവം മധുരിപ്പിക്കും. ആ മധുരിപ്പിച്ച വിധമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോ മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം ഒരു വൃക്ഷം കാണിച്ചു, മരം കാണിച്ചു. പ്രാർത്ഥിക്കുന്നെങ്കിലേ ഇത് കാണൂ, ദൈവത്തോട് അപേക്ഷിച്ചാലേ ഇത് കാണൂ. MLAക്ക് പരാതി കൊണ്ട് കൊടുത്താലൊന്നും ഇത് കാണുകയില്ല. MP യോട് പരാതി കൊടുത്താലൊന്നും വൃക്ഷം കാണുകയില്ല. വാർഡ് മെമ്പറെ പിടിച്ചേച്ച് പരിഹാരം ഉണ്ടാക്കാൻ നോക്കിയാൽ ഈ മരം കാണുകയില്ല. മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ക്യാബിനറ്റ് മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ നിൽക്കുന്നവർ കൊണ്ട് കൊടുത്താലൊന്നും ഈ മരം കാണത്തില്ല. ഈ വൃക്ഷം കാണണമെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കണം, ദൈവസന്നിധി മുടങ്കാലം അടക്കണം. അങ്ങനെ മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം, മരം കാണിച്ചു. ഈ മരം ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറയുക, യേശു ക്രിസ്തു. കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞല്ലോ, പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതോടെ. അപ്പൊ ഈ മരം യേശു ക്രിസ്തു. ആ മരം വെട്ടി ഈ മാറയിലേക്ക് ഇട്ടപ്പോൾ മാറ മധുരിച്ചു.
എങ്ങനെ മധുരിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നാട്ടിലെ കേരളത്തിലെ രീതി വെച്ചാ ഞാൻ പറയുന്നത്, ഏത് വൃക്ഷത്തെയും മരത്തെയും പച്ചയ്ക്ക് പച്ച വെട്ടിയാൽ അതിന് കറ കാണും, കറ. അങ്ങനെയെങ്കിൽ മോശ ഈ മരം വെട്ടി മാറയിലേക്ക് ഇട്ടപ്പോൾ മരത്തിന്റെ കറ മാറയിലേക്ക് ലയിച്ചപ്പോൾ മാറ മധുരിച്ചു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 33.5 തിരുവയസ്സിൽ നല്ല മരമാകുന്ന ക്രിസ്തുവേശുവിനെ വെട്ടി ആദ്യത്തെ വെട്ട് നടത്തിയത് ഗതശമനെ വെച്ച. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു, അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീഴുക. വാളും വടിയും തീപട്ടിയും പന്തങ്ങളുമായി കള്ളനെ പിടിക്കും പോലെ, കൊള്ളക്കാരനെ പിടിക്കാൻ വരുന്നത് പോലെ അവൻ മഹാപുരോഹിതന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ യൂദയുടെ ഒറ്റിക്കൊടുപ്പിനാൽ അവര് തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. അന്നേരം കർത്താവ് ചോദിക്കുക, നിങ്ങൾ ആരെയാ തിരയുന്നത്? നസറയനാകുന്ന യേശുവിനെയാണോ? അതെ, ഞാൻ തന്നെ, അവരെ വിട്ടേരും. എന്നിട്ടും സംശയം സ്ഥിരീകരിക്കാൻ യൂദ ചുംബിക്കാൻ വന്നപ്പോഴും യോദായോട് സ്നേഹിത എന്നാ യേശു വിളിച്ചത്. സ്തോത്രം. അവിടെ വെച്ച് ആദ്യത്തെ വിട്ട് നടക്കുന്നത് ഏതാ? ഈ നല്ല മരമാകുന്ന യേശുവിനെ. പൂവനത്തിൽ അധിക ഭാരം വാങ്ങിച്ചതിനാൽ ഗതശമന പൂവനത്തിൽ അധിക ഭാരം വാങ്ങിച്ചതിനാൽ അതിവ്യതയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതി അനുസരിച്ചു, താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. ദേവേശ യേശു പരാ ജീവനെ നീ. യേശു പരാ നിത്യജീവൻ കൊടുപ്പാന നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാനായി നീ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തോട് മോശ അപേക്ഷിച്ചപ്പോൾ മരം കാണിച്ചു. ഈ മരം യേശു ക്രിസ്തുവാകുന്ന മരം. ആ മരത്തെ വെട്ടി ആ മരത്തിന്റെ കറ മാറയിലേക്ക് ലയിച്ചപ്പോൾ മാറ മധുരമുള്ളതായി. ആദ്യത്തെ വെട്ട് നടന്നത് ഗതശമനെ വെച്ച. അവിടെ മുതൽ ഈ മരത്തെ വെട്ടാൻ തുടങ്ങി. വെട്ടി 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 അന്നാസും കയ്യപ്പാവും മാറി മാറി വെട്ടി. സന്നിധി സംഘങ്ങളെല്ലാം മട്ടം കൂടി വെട്ടി. ഹെരോദാവ് വെട്ടി, പീലാത്തോസ് വെട്ടി, തിരിച്ചും മറിച്ചും വെട്ടി 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 ഒടുവിൽ അവനെ ക്രൂശിക്കായ ആക്രോശിച്ചു കൊണ്ടുവര് കഠോര ഹൃദയന്മാര് നിലവിളി മുടക്കിയപ്പോൾ ഗത്യന്തരമില്ലാതെ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയെങ്കിലും ജനത്തിന്റെ ആരവാരവും മതനേതാക്കന്മാരുടെ സമ്മർദ്ദമെല്ലാം കൂടെ കണക്കിലെടുത്ത് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അവൻ ദാക്ഷണ്യമില്ലാത്ത കഠോര ഹൃദയന്മാരാകുന്ന പടയാളികൾ, റോമൻ പടയാളികൾ കുതിരയുടെ തോല് നാരുനാരായി കീറി അതിന്റെ അറ്റത്ത് ഈയക്കട്ടയും മുൾക്കൊളത്തും ചൂണ്ടലും കൂടെ കൂട്ടിക്കെട്ടി പിരിച്ച ആ ചാട്ടകെടുത്ത് അവൻ കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്തെ അടിച്ച് ആ ചാട്ട പറിക്കുമ്പോൾ അവൻ മാംസം ഇരുന്ന് പറഞ്ഞിറങ്ങി. അവൻ സങ്കീർത്തനക്കാരൻ ആത്മാവിൽ അവൻ ഇങ്ങനെ പാടി, അവിടുത്തെ മുതുക ഉടവചാല് പോലെ നീളത്തെ കീറി. ഭാഷാൻ കൂറ്റന്മാരവിടെ നിന്ന് വളഞ്ഞു നിൽക്കുകയാ. ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ വായു വിളർക്കുകയാ. അവൻ എല്ലാവരും തന്നെ ഉപദ്രവിക്കുന്നു. കണ്ണു മൂടിക്കെട്ടി കണ്ണത്തടിച്ച് മുഖത്ത് കാർക്കച്ച് തുപ്പി മുൾക്കിരേണം കൊണ്ടുവന്ന് അടിച്ച് മുള്ളകത്തോട്ടിറങ്ങി കണ്ണ് വെളിയിലോട്ട് തള്ളി എന്നൊക്കെ ചരിത്രം പറയുന്നു. ഇരുമ്പ് ചവണ കൊണ്ടുവന്ന് മുഖത്തെ രോമമെല്ലാം പിടിതെടുത്തു.
അങ്ങനെ അവിടുന്ന് ഈ മരത്തെ വെട്ടുകയാ. വെട്ടി 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 എന്തിനേറെ അടിച്ചും പീഡിപ്പിച്ചും ഉപദ്രവിച്ചും നടത്തിയും കാൽവറിയിൽ കൊണ്ടുചെന്ന് 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ 3 ഇരുമ്പാണികൾ കേൾപ്പിച്ചു കൊടുത്ത് അവിടുന്ന് ജീവനെ വെടിയുകയാണ്. മരിച്ചെന്നുറപ്പ് വരുത്തവൻ അവസാനത്തെ വെട്ട് വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. അവിടുത്തെ തിരുരക്തം നമുക്ക് വേണ്ടി ചീന്തി. ഈ മരം വെട്ടി ഈ മാറയിലേക്ക് ഇട്ടപ്പോൾ മരത്തിന്റെ കറ മാറയിലേക്ക് ലഭിച്ചപ്പോൾ അത് മധുരമുള്ളതായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ആ കറയാകുന്ന പരിശുദ്ധ രക്തം ഇന്ന് രാത്രി നിന്റെ മാറയെ മധുരിപ്പിക്കും. മനോവേദനയോടെ ആമേ കൈപ്പോടെ ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, നീ എന്നും കുന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മാറയെ ദൈവം മധുരിപ്പിക്കുന്ന രാത്രിയാ. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. അതാ ഈ കറയാകുന്ന രക്തം മാറയിൽ ലയിച്ചപ്പോൾ മധുരമുള്ളതായി. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. എന്താ ഈ രക്തത്തിന്റെ പ്രത്യേകത? ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ, ഇത് പുണ്യാക രക്തമാ, ഇത് വിലയേറിയ രക്തമാ, ഇത് പാപം മോചിക്കുന്ന രക്തമാ, ഇത് രോഗം സൗഖ്യമാക്കുന്ന രക്തമാ, ഇത് രക്ഷിക്കുന്ന രക്തമാ. ഈ രക്തം വിലയേറിയ രക്തമാ. ഈ രക്തം രക്തമാണ്. ഈ രക്തം ആട്ടുകൊറ്റന്മാരുടെ കാലക്കിടാക്കുന്ന രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന നല്ല രക്തമാ. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, ആട്ടുകൊറ്റന്മാരുടെ കാലക്കിടാക്കുന്ന രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഇന്ന് രാത്രി നിന്റെ മാറയെ മധുരിപ്പിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാ. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ രക്തത്തിൽ ആശ്രയിക്കുക. യേശുവേ നിന്റെ രക്തത്തിനായി സ്തോത്രം. യേശുവേ നിന്റെ പരിശുദ്ധ രക്തത്തിനായി സ്തോത്രം. യേശുവേ നിർമ്മല രക്തത്തിനായി സ്തോത്രം. യേശുവേ ജയം തരുന്ന രക്തത്തിനായി സ്തോത്രം. യേശുവേ സൗഖ്യമാക്കുന്ന രക്തത്തിനായി സ്തോത്രം. അവിടുത്തെ രക്തത്തിൽ ശരണപ്പെട്. ഇന്ന് രാത്രി നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാ. രോഗിയാണോ? ഈ രക്തത്തിൽ ശക്തിപ്പെട്, രോഗസൗഖ്യമുണ്ടാകും. നിരാശയാണോ? ഈ രക്തത്തിൽ ആശ്രയിക്ക്. ഇന്ന് രാത്രി രക്തടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കും. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കും. അവിടുത്തെ രക്തത്തിനായി സ്തോത്രം. അവിടുത്തെ പരിശുദ്ധ രക്തത്തിനായി സ്തോത്രം. അവിടുത്തെ രക്തത്തിനായി സ്തോത്രം. മാറയെ മധുരിപ്പിക്കുന്ന പരിശുദ്ധ രക്തം എന്നും കുന്നും കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടുന്ന് നിന്റെ മാറയെ മധുരിപ്പിക്കും. കരമുയർത്തി ഹല്ലേലൂയ പാടാം. 9 മണിയായി. 9-ന് നിർത്തുവാൻ ചുമതലപ്പെട്ടവർ പറഞ്ഞു, സൂക്ഷ 9. ചിലർക്ക് എന്നെ പറ്റി ഒരു ധാരണയുണ്ട്, അയാൾ സമയത്തും കാലത്ത് വന്ന് നിർത്തുകയല്ലെന്ന്. ഇപ്പം മനസ്സിലായോ? സമയത്ത് നിർത്തുവന്ന്. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ഒന്നിച്ചുകൂടി വചനം ധ്യാനിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തു ഏക ദൈവം, യേശുക്രിസ്തു മാത്രം സത്യദൈവം, യേശുക്രിസ്തു മാത്രം നിത്യദൈവം. അവിടുത്തെ രക്തത്താൽ നമുക്ക് ജയമുണ്ട്. കരമുയർത്തി ഹല്ലേലൂയ പാടാം. മൈക്ക് സെറ്റ് നന്നായിട്ട് വർക്ക് ചെയ്തു, അഭിനന്ദിക്കുന്നു. മോൻ രക്ഷിക്കപ്പെട്ടതാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പറയിരിക്കുന്ന പുള്ളിയോ? നമ്മൾ പിന്നെ കുഴപ്പമില്ലല്ലോ, രക്ഷിക്കപ്പെട്ടില്ലയോ? ഇപ്പൊ ഇത് കൺവെൻഷനൊക്കെ ചെന്നാൽ ചോദിക്കണം, കാരണം ഈ ഉടമ്പടി കൊടുക്കുന്നത് കൊണ്ട് ആരൊക്കെയാ വരുന്നെന്ന് അറിയത്തില്ല. അപ്പം ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വളരെ നന്നായിരിക്കുന്നു. നാളെയും കാണുമല്ലോ. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഒന്നിച്ചു കൂടാ. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. நம்மெல்லாம் கண்களை மூடி ஜெபம் பண்ணுவோம். praise the lord, 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 hallelujah. കുഞ്ഞാട്ടിന്റെ